അങ്ങനെ ധൃതരാഷ്ട്രരുടെ വിവാഹം കഴിഞ്ഞു. ഇനി പാണ്ഡുവിന്റെ വിവാഹത്തിന്റെ കഥയാണ്. ശൂരസേനൻ എന്ന യാദവ രാജാവിന് വാസുദേവൻ എന്നൊരു പുത്രനും പൃഥ എന്നൊരു പുത്രിയും ഉണ്ടായിരുന്നു. കുന്തിഭോജൻ എന്ന രാജാവ് ശൂരസേനന്റെ സഹോദരി പുത്രനായിരുന്നു. അദ്ദേഹത്തിന് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. തനിക്ക് ആദ്യം ജനിക്കുന്ന പുത്രിയെ കുന്തിഭോജന് ദത്തായി കൊടുക്കാമെന്ന് ശൂരസേനൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് പ്രഥമ പുത്രിയായ പൃഥയെ ശൂരസേനൻ കുന്തിഭോജന് നൽകി. തന്മൂലം പൃഥ കുന്തിഭോജന്റെ കൊട്ടാരത്തിൽ വളരുകയും അവൾക്ക് കുന്തി എന്ന പേര് ലഭിക്കുകയും ചെയ്തു. കുന്തിഭോജന്റെ കൊട്ടാരത്തിൽ വരുന്ന ബ്രാഹ്മണാതിഥികളെ പൂജിക്കുന്ന ചുമതല കുന്തിക്കായിരുന്നു. ഒരിക്കൽ ദുർവാസാവ് മഹർഷി കൊട്ടാരത്തിലെത്തി. കുന്തി അദ്ദേഹത്തെ യഥോചിതം പൂജിച്ച് പരിചരിച്ചു. മഹാകോപിയും ഉഗ്ര തപോധനനുമായ മഹർഷി കുന്തിയിൽ പ്രീതനായി. കുന്തിയുടെ ഭാവി ആ തപോധനന്റെ മനോമുഖരത്തിൽ തെളിഞ്ഞു. അദ്ദേഹത്തിന് അവളിൽ കരുണ തോന്നി. ദുർവാസാവ് കുന്തിയോട് പറഞ്ഞു, വത്സേ, ഞാൻ നിനക്കൊരു മന്ത്രം ഉപദേശിച്ചു തരാം. ഈ മന്ത്രം ജപിച്ച് നീ ഏത് ദേവനെ ആവാഹിക്കുന്നുവോ ആ ദേവന്റെ പ്രീതി കൊണ്ട് നിനക്കൊരു പുത്രനുണ്ടാകും. ഇത് ഭാവിയിൽ നിനക്ക് ഉപകാരമായി തീരും. ദുർവാസാവ് മഹർഷി പോയ ശേഷം കുന്തി ഉപദിഷ്ടയായ മന്ത്രത്തെ വേണ്ടത്ര ജപിച്ച് സിദ്ധി വരുത്തി. മന്ത്രത്തിന്റെ ശക്തി പരീക്ഷിക്കുവാനുള്ള കൗതുകം കുന്തിയിൽ ഉളവായി. ജിജ്ഞാസിതയായ അവൾ ശയനമുറിയിൽ പ്രവേശിച്ച് മന്ത്രജപം കൊണ്ട് സൂര്യഭഗവാനെ ആവാഹിച്ചു. ക്ഷണനേരത്തിനുള്ളിൽ കുന്തിയുടെ മുറി പ്രഭാപൂരിതമായി. അവൾ പരിഭ്രമിച്ചു. പ്രഭാപടലത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്ന തേജസ്വിയായ സൂര്യഭഗവാനെ അവൾ കണ്ടു. അവൾ ഭയസംഭ്രമങ്ങളോടെ ആ തേജപുണ്യത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രണമിച്ചു. ഭാസ്കരദേവൻ പറഞ്ഞു, അല്ലയോ സുന്ദരി, നീ ഭയപ്പെടേണ്ട. നിന്റെ ആഗ്രഹപ്രകാരം നിനക്കൊരു പുത്രനെ നൽകുവാനായി ഞാൻ വന്നതാണ്. കുന്തി വിഷണ്ണയായി പറഞ്ഞു, ഭഗവാനെ, ഞാൻ ദുർവാസാവ് ഉപദേശിച്ച മന്ത്രം പരീക്ഷിക്കുവാനായി അങ്ങേ ആഹ്വാനം ചെയ്തതാണ്. അറിവില്ലാത്ത ഈ അബലയുടെ അവിവേകത്തിൽ ക്ഷമിച്ചാലും. സൂര്യദേവൻ പറഞ്ഞു, ഞാൻ ക്ഷണിക്കപ്പെട്ടിട്ട് വന്നവനാണ്. എൻ്റെ ദർശനം വിലയേറിയതാണ്. അത് നിഷ്ഫലമാവുവാൻ പാടില്ല. വൃഥാവാഹ്വാനത്താൽ നിനക്ക് ദോഷമുണ്ടാകും. നീ ഭീരുവാകേണ്ടതല്ല. വരൂ, എൻ്റെ അടുത്തേക്ക് വരൂ. കുന്തി മടിച്ചു നിന്നു. അവൾ ലജ്ജിച്ച് മുഖം കുനിച്ച് നിന്നുകൊണ്ട് പറഞ്ഞു, ദേവാ, ഞാനൊരു കന്യകയാണ്. പുത്രലബ്ധി കൊണ്ട് എൻ്റെ കന്യാകത്വം നഷ്ടപ്പെടും. പിന്നീട് എൻ്റെ അച്ഛൻ്റെയും ബന്ധുജനങ്ങളുടെയും മുഖത്ത് ഞാനെങ്ങനെ നോക്കും? അർക്കൻ പറഞ്ഞു, അക്കാര്യമോർത്ത് നീ വിഷമിക്കണ്ട. എന്നിൽ നിന്ന് നിനക്കൊരു പുത്രൻ ജനിച്ചാലും നിനക്ക് കന്യകാത്വം നഷ്ടപ്പെടുകയില്ല. അവൻ കവചകുണ്ടലങ്ങൾ ധരിച്ചുകൊണ്ടായിരിക്കും ജനിക്കുന്നത്. സൂര്യഭഗവാൻ കുന്തിയെ മാറോട് ചേർത്ത് സസ്നേഹം തലോടി വാരിപ്പുണർന്നു. അതിനുശേഷം അദ്ദേഹം അമ്പരവീതിയിലേക്ക് പോവുകയും ചെയ്തു. കുന്തിക്ക് ഉടൻ തന്നെ ഒരു ശിശു ജനിച്ചു. ജനിക്കുമ്പോൾ തന്നെ കവചകുണ്ടലങ്ങൾ ധരിച്ചിരുന്ന കാന്തനായിരുന്നു അവൻ. അവന്റെ കാതിലെ കുണ്ടലങ്ങൾ സൂര്യകാന്തിക്ക് തുല്യമായി തിളങ്ങി. കുന്തിക്ക് മനസമാധാനം നഷ്ടപ്പെട്ടു. അപവാദം ഭയപ്പെട്ട് കുഞ്ഞിനെ ഒളിച്ചു വെച്ചു. കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്ന് ആലോചനയായി. പിന്നീട് ദാസിയുടെ സഹായത്തോടെ കുട്ടിയെ ഒരു പേടകത്തിലാക്കി നദിയിൽ ഒഴുക്കുകയും ചെയ്തു. നദിയിൽ കുളിച്ചുകൊണ്ടിരുന്ന അധിരഥൻ എന്നൊരു തേരാളിയുടെ കയ്യിൽ പേടകം അകപ്പെട്ടു. അത് തുറന്നു നോക്കിയപ്പോൾ കവചകുണ്ടലധാദികൾ ധരിച്ച ഒരു കോമള ബാൽ. അയാൾ വീട്ടിൽ കൊണ്ടുപോയി ഭാര്യ രാധയെ ഏൽപ്പിച്ചു. അവർക്ക് കുട്ടികളില്ലായിരുന്നതിനാൽ ഈ കുഞ്ഞിനെ സ്വന്തം പുത്രനായി കരുതി വളർത്തി. കവചകുണ്ടലാദികളായ വസു, അതായത് സ്വർണം, രത്നം മുതലായവ അവയോടൊരുത് ജനിക്കുകയാൽ അവന് വസുഷേണൻ എന്ന് പേരിട്ടു. രാധയും സൂതനും കൂടി അവനെ ഓമനിച്ചു വളർത്തി. രാധയുടെ പുത്രൻ എന്ന നിലയിൽ അവൻ രാധേയൻ എന്നറിയപ്പെട്ടു. രാധേയനായ വസുഷേണൻ പിന്നീട് ലോകമറിഞ്ഞത് കർണൻ എന്ന പ്രസിദ്ധ നാമത്തിലാണ്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. മന്ത്രശക്തി കൊണ്ട് പുത്രനുണ്ടായെങ്കിലും കന്യാകത്വം നഷ്ടപ്പെടാത്ത കുന്തി കാന്തിമതിയായ ഒരു കുമാരിയായി. അവൾ സൽഗുണ സമ്പന്നയായിരുന്നു. കുന്തിഭോജൻ മകളുടെ സ്വയംവരം നിശ്ചയിക്കുവാൻ അങ്ങനെ ഇരിക്കെ തീരുമാനിച്ചു. അവളുടെ സൗന്ദര്യത്തെപ്പറ്റിയും സ്വഭാവ ഗുണത്തെപ്പറ്റിയും കേട്ടറിഞ്ഞ രാജാക്കന്മാരെല്ലാം സ്വയംവരത്തിനെത്തി. അക്കൂട്ടത്തിൽ ഹസ്തിനിപുരിൽ നിന്നുള്ള രാജകുമാരനായിട്ടുള്ള
പാണ്ഡുവും വന്നു ചേർന്നിരുന്നു. കുന്തിയെ അണിയിച്ചൊരുക്കി തോഴിമാരുടെ അകമ്പടിയോടെ കുന്തിഭോജൻ വിവാഹ മണ്ഡപത്തിലിരുന്ന രാജാക്കന്മാരുടെ നടുവിലേക്ക് ആനയിച്ചു. രാജതാരങ്ങളുടെ മധ്യേ താരനാഥിയെപ്പോലെ പ്രശോഭിച്ച തേജസ്വിയായ പാണ്ഡുവിനെ കണ്ടപ്പോൾ കുന്തിയുടെ അന്തരംഗത്തിൽ കുളിരു കോരിയിട്ടു. അവൾ അദ്ദേഹത്തിൽ ആകൃഷ്ടയായി. വരണമാല്യം അദ്ദേഹത്തിന് കഴുത്തിലിട്ടു. പിന്നീട് യഥാവധി വിവാഹം നടത്തിയിട്ട് പാണ്ഡു കുന്തിയെ ഹസ്തിനപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വിവാഹം കഴിഞ്ഞ് കുറച്ചു നാളായപ്പോഴേക്കും തന്നെ പാണ്ഡുവിന് ഒരു വിവാഹം കൂടി നടത്തണമെന്ന് ഭീഷ്മർ തീരുമാനിച്ചു. മദ്ര രാജാവിന് സാധുശീലിയായ ഒരു സഹോദരി ഉണ്ടെന്ന് ഭീഷ്മർ അറിഞ്ഞിരുന്നു. മാദ്രി എന്ന പേരോടുകൂടി രാജകുമാരിയെ പാണ്ഡുവിന് നൽകാമെന്ന് മദ്ര രാജാവ് ഭീഷ്മരോട് സമ്മതിച്ചിരുന്നു. ഉടൻ തന്നെ അവരുടെ വിവാഹവും നടത്തി. അങ്ങനെ 2 ഭാര്യമാരോടും കൂടി പാണ്ഡു ഹസ്തിനാപുരിയിൽ സൗഖ്യമായി പാർത്തു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പാണ്ഡു ദിഗ്വിജയത്തിനായി പുറപ്പെട്ടു. ഭീഷ്മരും ധൃതരാഷ്ട്രനും മറ്റു കുരുപുങ്കവന്മാരും അദ്ദേഹത്തെ ആശീർവദിച്ചു. അവനെ യാത്രയാക്കി. ദശാർണം, മഗധ, മിഥില, കാശി, സുമം, പുണ്ട്രം തുടങ്ങിയ രാജ്യങ്ങളിൽ പോയി അവിടെയുള്ള രാജാക്കന്മാരെയെല്ലാം പാണ്ഡു കീഴടക്കുകയും ചെയ്തു. അവരെല്ലാം പാണ്ഡുവിന്റെ സമാന്തരായി. സ്വർണം, രത്നം, വെള്ളി, പവിഴം തുടങ്ങിയ വിശിഷ്ട വസ്തുക്കൾ അവർ പാണ്ഡുവിന് കാഴ്ചവെച്ചു. പാണ്ഡു എണ്ണമറ്റ ദ്രവ്യവുമായി വിജയശ്രീ ലാളിതനായി ഹസ്തിനാപുരിയിൽ തിരിച്ചെത്തി. ഭീഷ്മൻ ആനന്ദ ബാഷ്പം കൊണ്ട് പൊഴിച്ചുകൊണ്ട് പുത്രനെ തലോടി. പൗരജനങ്ങൾ ഹർഷാരവത്തോടെ രാജാവിനെ സ്വീകരിച്ചു. ഇനിയും ഒട്ടും വൈകാതെ വിതുരന്റെ വിവാഹം കൂടി നടത്തണമെന്ന് ഭീഷ്മർ നിശ്ചയിച്ചു. ദേവകൻ എന്ന രാജാവിന് ശൂദ്ര സ്ത്രീയിൽ ജനിച്ച ഒരു പുത്രിയുണ്ടെന്ന് ഭീഷ്മർ അറിഞ്ഞു. അവൾ സുന്ദരിയും സൽഗുണ സമ്പന്നയുമായിരുന്നു. അവൾ വിതുരന് അനുരൂപയായ വധുവായിരിക്കുമെന്ന് മനസ്സിലാക്കിയ ഭീഷ്മർ വിതുരനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിച്ചു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. സർവഭൗമിയായി ഹസ്തിനപുരത്ത് രാജകൊട്ടാരത്തിൽ സുഖലോഭനായി കഴിച്ചുകൂട്ടിയ പാണ്ഡു മൃഗയാ വിനോദത്തിനായി ഒരു ദിവസം കാട്ടിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. അദ്ദേഹം വനത്തിലെത്തി താവളം അടിച്ചു. മൃഗയാ വിനോദത്തിൽ ഏർപ്പെട്ടു. ഒരു ദിവസം നായാട്ടിനിടയിൽ ഒരു കലമാൻ അതിന്റെ ഇണയോട് ചേരുന്ന അവസരത്തിൽ പാണ്ഡു ആ കലമാനെ എയ്തു വീഴ്ത്തി. ആ കലമാൻ തപശക്തിയുള്ള ഒരു മുനിപുത്രനായിരുന്നു. അമ്പുകൊണ്ട് താഴെ വീണ കലമാൻ മനുഷ്യസ്വരത്തിൽ പറഞ്ഞു, "അല്ലയോ പാണ്ഡു, നീ ക്രൂരവും നിന്ദ്യവുമായ പ്രവൃത്തിയാണ് ചെയ്തത്. മൂഢാത്മാക്കൾ പോലും ഇത്തരം നീചകൃത്യങ്ങൾ ചെയ്യുകയില്ല. ധർമാനുഷ്ഠാനത്തിൽ പ്രസിദ്ധിപെറ്റ ഒരു വംശത്തിലെ അംഗമല്ലേ നീ? നീ ഇപ്പോൾ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് അത്ഭുതം തന്നെ തോന്നുകയാണ്. ഞാൻ എന്ത് അധർമ്മമാണ് ചെയ്തത്?" രാജാവ് മൃഗയാ വിനോദത്തിനിടയ്ക്ക് ഒരു മൃഗത്തിന്റെ നേർക്ക് അമ്പെയ്യുന്നതിൽ എന്ത് അധർമ്മമാണുള്ളത്? പാണ്ഡു ചോദിച്ചു. കലമാൻ പറഞ്ഞു, "ശത്രുക്കൾ പോലുമായാലും തഞ്ചവും തരവും നോക്കാതെ ആരും ശരം പ്രയോഗിക്കാറില്ല. വധിക്കേണ്ട സന്ദർഭത്തിൽ ചെയ്യുന്ന വധമേ ശ്രേഷ്ഠമായിരിക്കുകയുള്ളൂ." പാണ്ഡു ചോദിച്ചു, "വീരന്മാർ കൗശല പ്രയോഗത്താൽ തെറ്റും ശരിയും നോക്കാതെ കൊല്ലാറില്ലേ? പിന്നെ നീ എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്?" കലമാൻ പറഞ്ഞു, "മാൻ ഒരു ശാന്തജീവിയല്ലേ? അത് കാട്ടിൽ വെച്ച് ഇണചേരുന്നത് തെറ്റാണോ? ഇണചേരൽ എല്ലാ ജീവികൾക്കും സ്വഭാവമല്ലേ? യാതൊരു കുറ്റവും കാണിക്കാത്ത എന്നെ നീ വധിക്കുക കാരണം ഞാനിതാ നിന്നെ ശപിക്കുന്നു. ഞാൻ തപശക്തിയുള്ള ഒരു മുനിയാണ്. കിന്തമൻ എന്നാണ് എൻ്റെ പേര്. മൃഗരൂപം പൂണ്ട് കാമിയായി നിൽക്കുന്ന എന്നെ വധിക്കുകയാൽ നീ സ്ത്രീയെ പ്രാപിക്കുന്ന സമയത്ത് നിന്റെ ജീവൻ അവസാനിക്കട്ടെ." ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരം കൊണ്ട് അവശനായ ആ കലമാൻ മരിച്ചു. പാണ്ഡു ദുഃഖത്തിൽ പടുകുഴിയിൽ പതിച്ചു. അദ്ദേഹം ജീവിതത്തെ വെറുത്തു. തൻ്റെ പൂർവികരിൽ ചിലർ ചെയ്തു പോയതുപോലെ എല്ലാം ഉപേക്ഷിച്ച് തപസ് ചെയ്യുവാൻ അദ്ദേഹവും ആഗ്രഹിച്ചു. ഈ വിവരം മനസ്സിലാക്കിയപ്പോൾ കുന്തിയും മാദ്രിയും അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. അദ്ദേഹം എവിടെ പോയാലും എന്തു ചെയ്താലും അവരെ കൂടി ഉൾപ്പെടുത്തണമെന്ന് അവർ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ പാണ്ഡു എല്ലാം ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. സൈന്യത്തെയും ഭൃത്യഗണങ്ങളെയും ഹസ്തിനാപുരിയിലേക്ക് മടക്കി അയച്ചു. താൻ വാനപ്രസ്ഥം സ്വീകരിച്ച് വനത്തിൽ കഴിഞ്ഞുകൂടുവാനാണ് ആഗ്രഹിക്കുന്നതെന്ന് എല്ലാവരെയും അറിയിക്കുന്നതിനും ഏർപ്പാട് ചെയ്തു. പാണ്ഡുവിന്റെ തീരുമാനമറിഞ്ഞപ്പോൾ എല്ലാവരും ദുഃഖിച്ചു. സഹോദരനെ പറ്റി ചിന്തിച്ച് ആഹാരാദി കാര്യങ്ങളിൽ പോലും താല്പര്യമില്ലാതെ ധൃതരാഷ്ട്രൻ കഴിച്ചുകൂടിയെങ്കിലും അദ്ദേഹം രാജ്യഭാരം കൈയേറ്റു.
പാണ്ഡുവും ഭാര്യമാരും കൂടി ബലമൂലങ്ങൾ മാത്രം ഭക്ഷിച്ച് വനത്തിൽ കഴിച്ചുകൂടി. അവർ ഹിമാലയം, ഗന്ധമാദനം തുടങ്ങി പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് അവസാനം ശതശൃംഗത്തിലെത്തി. അവിടെ അനവധി സന്യാസിമാർ തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. പാണ്ഡുവും അവിടെ താമസിച്ച് തപസ് ചെയ്തു. ശതശൃംഗത്തിലുള്ള താപസന്മാരെയെല്ലാം പാണ്ഡുവിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തു. ചിലർക്കവൻ സഹോദരനായി, ചിലർക്കവൻ ഉറ്റ സുഹൃത്തായിരുന്നു. മറ്റു ചിലർ അവനെ പുത്രനെ പോലെ സ്നേഹിച്ചു. ഒരു ദിവസം പാണ്ഡു മുനിമാരോട് പറഞ്ഞു, ഹേ പൂജ്യരെ, സന്താനമില്ലാത്തവർക്ക് സ്വർഗത്തിലെത്തുവാൻ വഴിയില്ല. അതോർത്ത് ഞാൻ ദുഃഖിക്കുന്നു. മുനിമാർ പാണ്ഡുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഭവാൻ ദുഃഖിക്കരുത്. ഞങ്ങൾ ദിവ്യ ചക്ഷസ്സുകൊണ്ട് എല്ലാം കണ്ടിരിക്കുന്നു. ദേവതുല്യരായ സൽപുത്രന്മാർ ഭവാനുണ്ടാവും. അങ്ങോട്ടും വിഷമിക്കേണ്ട. ഇപ്രകാരം മുനിമാർ പറഞ്ഞത് കേട്ടപ്പോൾ പാണ്ഡുവിന് സമാധാനമായി. എങ്കിലും മുനിശാപം മൂലം ക്രിയാനാശം സംഭവിച്ചിരിക്കുന്ന തനിക്ക് എപ്രകാരമാണ് പുത്രലബ്ധി ഉണ്ടാവുകയെന്ന് അദ്ദേഹം ചിന്തിക്കുവാൻ തുടങ്ങി. ഒരു ദിവസം കുന്തിയെ വിളിച്ചടുത്തിരുത്തി പാണ്ഡു പറഞ്ഞു, പ്രിയേ, മുനിശാപം മൂലം എനിക്ക് സന്തതി നഷ്ടമായിരിക്കുകയാണ്. യജ്ഞം, ദാനം, തപസ്, നിയമം എന്നിവയൊന്നും പുത്രനില്ലാത്തവനെ ശുദ്ധി വരുത്തുവാൻ മതിയാവില്ല. ഈ ചിന്ത എപ്പോഴും എന്നെ പീഡിപ്പിക്കുന്നു. പല വിധത്തിൽ പുത്രനെ നേടാമെന്ന് വിധിയുണ്ട്. അതുകൊണ്ട് സന്മാരിൽ നിന്നോ ഉത്തമന്മാരിൽ നിന്നോ നീ സന്താനത്തെ തേടുക. ആപത്തിൽ അങ്ങനെ ആകാമെന്ന് മനു പറയുന്നത് നീ ഭയപ്പെടേണ്ടതില്ല, മടിക്കേണ്ടതുമില്ല. പക്ഷേ കുന്തിക്ക് പാണ്ഡുവിൻ്റെ അഭിപ്രായം സ്വീകാര്യമായില്ല. പാണ്ഡുവിൽ നിന്നല്ലാതെ പുത്രനെ ജനിപ്പിക്കുവാൻ അവൾക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പാണ്ഡു പിന്നെയും കുന്തിയെ നിർബന്ധിച്ചു. പുരാണ ഇതിഹാസങ്ങൾ ഉദാഹരിച്ചു. പുത്രന്മാരില്ലാത്ത രാജാക്കന്മാർ പുത്രന്മാരെ സമ്പാദിക്കുകയും അങ്ങനെയുള്ള പുത്രന്മാർ ശ്രേഷ്ഠന്മാരായി തീരുകയും ചെയ്ത കഥകൾ പാണ്ഡു കുന്തിയോട് പറഞ്ഞു. സൗദാസൻ എന്ന രാജാവ് വസിഷ്ഠ മഹർഷിയെ കൊണ്ട് തന്റെ ഭാര്യ ദമയന്തിയിൽ പുത്രോത്പാദനം നടത്തിയ ചരിത്രം കൂടി അദ്ദേഹം കുന്തിയോട് പറഞ്ഞു. അദ്ദേഹം തുടർന്നു, എന്റെ ജന്മം തന്നെ എങ്ങനെയാണെന്ന് നിനക്കറിവില്ലേ? വ്യാസ മഹർഷിയിൽ നിന്നാണ് കുരുവംശം നിലനിർത്തുവാൻ വേണ്ടി ഞങ്ങളെ ജനിപ്പിച്ചത്. പ്രിയേ, തന്റെ ഭർത്താവ് പറഞ്ഞാൽ ഭാര്യ അനുസരിക്കണമെന്നാണ് വേദജ്ഞാനികൾ ഉറപ്പിച്ചു പറയുന്നത്. വിശേഷിച്ചും പുത്രനെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഭർത്താവ് സന്താനലബ്ധിക്ക് വേണ്ട മാർഗം ചിന്തിച്ച് പറഞ്ഞാൽ ഭാര്യ അത് അനുസരിക്കുക തന്നെ വേണം. അനുസരിക്കാതിരിക്കുന്നത് അധർമ്മമാണ്. ഞാൻ നിന്നോട് കേണുവീണ് അപേക്ഷിക്കുന്നു, നീ എൻ്റെ വാക്കുകൾ കേൾക്കുക. ദ്വിജാതാപസ മുഖ്യന്മാരിൽ നിന്ന് കീർത്തിമാന്മാരായ പുത്രന്മാരെ ജനിപ്പിച്ചു തരിക. അങ്ങനെ അവസാനം പാണ്ഡുവിന്റെ ആഗ്രഹത്തിന് വഴങ്ങാൻ കുന്തി നിർബന്ധിതയായി. അങ്ങനെയിരിക്കെ പണ്ട് ദുർവാസാവ് തനിക്ക് നൽകിയ മന്ത്രോപദേശത്തെപ്പറ്റി വിശദമായി പാണ്ഡുവിനെ ധരിപ്പിച്ച് കേൾപ്പിച്ചു. എന്നാൽ കർണന്റെ ജനനത്തെപ്പറ്റി ഒന്നും തന്നെ കുന്തി പാണ്ഡുവിനോട് പറഞ്ഞില്ല. ദുർവാസാവ് നൽകിയ മന്ത്രോപദേശത്തെപ്പറ്റി അറിഞ്ഞപ്പോൾ പാണ്ഡു അത്യധികം സന്തോഷിച്ചു. പുത്രലബ്ധിക്കുള്ള പ്രയാസങ്ങൾ തരണം ചെയ്തു കഴിഞ്ഞുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു. കുന്തി പറഞ്ഞു, പ്രഭോ, ഭഗവാന്റെ ആജ്ഞയോടുകൂടി ഞാൻ മന്ത്രം ജപിച്ച് ഒരു ദേവനെ ആവാഹിക്കാം. ആ ദേവനിൽ നിന്ന് നമുക്കൊരു പുത്രനുണ്ടാകും. ഏത് ദേവനെയാണ് ആവാഹിക്കേണ്ടതെന്ന് അങ്ങ് ആജ്ഞാപിച്ചാലും. പാണ്ഡു പറഞ്ഞു, കുന്തി, നീ യമധർമ്മനെ ആവാഹിക്കുക. ആ ദേവനിൽ നിന്നുണ്ടാകുന്ന പുത്രൻ ഏറ്റവും ധാർമ്മികനായി തീരും. ധർമ്മൻ നമുക്ക് നൽകുന്ന പുത്രൻ ഒരിക്കലും അധർമ്മം ചെയ്യുകയില്ല. കുന്തി അങ്ങനെ മന്ത്രം ജപിച്ച് യമധർമ്മനെ ആവാഹിച്ചു. അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. അവളുടെ അഭീഷ്ടം സാധിച്ചു കൊടുത്തു. കുന്തിക്കൊരു പുത്രൻ കൂടി ജനിച്ചു. ആ സമയത്ത് ഒരു അശരീരി കേട്ടു, ഇവൻ ധർമ്മിഷ്ഠന്മാരിൽ ശ്രേഷ്ഠനായി തീരും. ഇവൻ സത്യസന്ധനും വീരനും യോദ്ധാവുമായിരിക്കും. യുധിഷ്ഠിരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവൻ 3 ലോകങ്ങളിലും പ്രശസ്തനായി തീരും. യുധിഷ്ഠിരന്റെ ജനനം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞു. അതിശക്തനായ ഒരു പുത്രൻ കൂടി വേണമെന്ന് പാണ്ഡുവിന് മോഹം തോന്നി. അദ്ദേഹം കുന്തിയോട് പറഞ്ഞു, കുന്തി, ക്ഷത്രിയർക്ക് ഭൂഷണമായിട്ടുള്ളത് കായിക ശക്തിയാണ്. ആകയാൽ അമിത ബലവാനായ ഒരു പുത്രനെ നേടുക. കുന്തി അതുകൊണ്ട് വായു ഭഗവാനെ ആവാഹിക്കുക. കുന്തി വായു ഭഗവാനെ ആവാഹിച്ചു. വായുപുത്രനായി ഭീമസേനൻ ജനിച്ചു. അപ്പോഴും ഒരു അശരീരി ആകാശത്തിൽ നിന്നുണ്ടായി. ഇവൻ സർവശക്തരിലും ശക്തനായി തീരും. ഭീമൻ ജനിച്ചതിന്റെ 10-ാം ദിവസം കുന്തി ഭീമനെ മടിയിൽ വെച്ചുകൊണ്ട് ഒരു പാറപ്പുറത്തിരുന്ന് മുല കൊടുക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു കടുവ കുന്തിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. കടുവയെ കണ്ട് ഭയപ്പെട്ട കുന്തി ചാടി എഴുന്നേറ്റു.
കുഞ്ഞ് അവളുടെ മടിയിൽ നിന്ന് പാറ പുറത്തു വീണു. തൽക്ഷണം തന്നെ കുന്തി അവനെ വാരിയെടുത്തു. വാരിയെടുത്ത് താഴെ നോക്കുമ്പോൾ പാറ ചിന്ന ഭിന്നമായി പൊട്ടിത്തകർന്നു കിടക്കുന്നു. കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടുമില്ല. കുന്തിയും പാണ്ഡുവും ഇത് കണ്ട് അത്ഭുത സ്തബ്ധരായി നിന്നു. അങ്ങനെ കാലം പിന്നെയും മുന്നോട്ടു പോയി. 2 പുത്രന്മാരുണ്ടായിരുന്നിട്ടും പാണ്ഡുവിന് തൃപ്തിയായില്ല. ലോകശ്രേഷ്ഠനായ ഒരു പുത്രൻ ഉണ്ടാകണമെന്നായിരുന്നു പിന്നീടുള്ള ആഗ്രഹം. അദ്ദേഹം അതേപ്പറ്റി ഗാഢമായി ആലോചിച്ചു. മനുഷ്യരെയും ദേവന്മാരെയും ഒരേപോലെ വെല്ലുന്നതിന് കഴിവുള്ള ഒരു പുത്രനെ ലഭിക്കുന്നതിന് വേണ്ടി ദേവേന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതിനായി പാണ്ഡു ഉഗ്രമായി തപസ് ചെയ്തു. ഇന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു. പാണ്ഡുവിന്റെ അഭീഷ്ടം സാധിക്കുമെന്ന് അനുഗ്രഹിച്ചു. പാണ്ഡു ഈ വിവരം കുന്തിയോട് പറഞ്ഞു. അവൾ മന്ത്രം ജപിച്ച് ദേവന്മാരുടെ ദേവനായിട്ടുള്ള ദേവേന്ദ്രനെ ആവാഹിച്ചു. ദേവേന്ദ്രൻ കുന്തിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. കുന്തിക്ക് ദേവേന്ദ്രനിൽ നിന്ന് ഒരു പുത്രൻ ജനിച്ചു. തൽസമയത്തും ഒരു അശരീരി ഉണ്ടായി. കുന്തി, നിന്റെ പുത്രൻ ശിവതുല്യ പരാക്രമനാണ്. ഇന്ദ്രനെ പോലെ അജയ്യനാണ്. ഇവൻ രാജാക്കന്മാരെയെല്ലാം കീഴടക്കി കുരുവംശത്തിന് പ്രസിദ്ധി ഉണ്ടാക്കി കൊടുക്കും. ഇവൻ ഭഗവാൻ പരശുരാമന് സമനാണ്. വിഷ്ണുവിനെ പോലെ പരാക്രമനാകും. ശങ്കരനെ പ്രീതനാക്കി പാശുപതാസ്ത്രം നേടും. അസ്ത്രവിദ്യയിൽ ഇവനെ ജയിക്കുവാൻ മറ്റാർക്കും സാധ്യമല്ല. പാർത്ഥന്റെ ജനന സമയത്ത് ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി. ദേവന്മാരും മഹർഷികളും സ്തുതീതങ്ങൾ പാടി. ഗന്ധർവന്മാർ തമ്പുരമീട്ടി. അപ്സരസുകൾ നൃത്തമാടി. ഇതെല്ലാം കണ്ടപ്പോൾ ശതശൃംഗത്തിൽ തപസ് ചെയ്തിരുന്ന മുനിമാർ അത്ഭുതപ്പെട്ടു. അവർക്ക് പാണ്ഡുവിനോടും കുന്തിയോടുമുള്ള ബഹുമാനാദരങ്ങൾ വർദ്ധിച്ചു. കുന്തിക്ക് 3 പുത്രന്മാരായി. ഇതിനിടയ്ക്ക് ഗാന്ധാരിക്ക് 100 പുത്രന്മാർ ജനിച്ചുവെന്നുള്ള വിവരം മാദ്രി അറിഞ്ഞു. തനിക്ക് പുത്രന്മാരൊന്നും ഇല്ലാത്തതിൽ മാദ്രി അത്യധികം ദുഃഖിച്ചു. മാദ്രിയുടെ ഹൃദയവേദം മനസ്സിലാക്കിയ പാണ്ഡു ഒരു ദിവസം കുന്തിയോട് പറഞ്ഞു, നിനക്കുള്ള സന്താനലബ്ധിയിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. എന്നാൽ മാദ്രിക്ക് പുത്രദുഃഖം വലുതായിട്ട് തന്നെയുണ്ട്. അവൾക്ക് പുത്രനുണ്ടാകുന്നതിനും അവളെ സഹായിക്കുക. കുന്തി അതിന് സമ്മതിച്ചു. അവൾ മാദ്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, മാദ്രി, നിനക്കിഷ്ടമുള്ള ദേവനെ ചിന്തിക്കുക. ഞാൻ മന്ത്രം ജപിച്ച് ആവാഹിക്കാം. നിനക്ക് ആ ദേവനിൽ നിന്ന് സന്താനമുണ്ടാകും. മാദ്രി അങ്ങനെ അശ്വിനി ദേവകളെയാണ് സ്മരിച്ചത്. ഇരട്ടകളായ അവരിൽ നിന്ന് ഗർഭം ധരിച്ച മാദ്രി ഇരട്ട കുട്ടികളെയാണ് പ്രസവിച്ചത്. അസാധാരണമായ സൗന്ദര്യത്തിന്റെ ഉടമകളായിരുന്നു ഈ കുട്ടികൾ. കുട്ടികൾക്കെല്ലാം ശതശൃംഗത്തിലെ മുനിമാരുടെ നേതൃത്വത്തിൽ പേരിടിയിൽ കർമ്മം നടത്തി. കുന്തിയുടെ മക്കൾക്ക് യഥാക്രമം യുധിഷ്ഠിരൻ, ഭീമസേനൻ, അർജുനൻ എന്നീ പേരുകൾ നൽകി. മാദ്രിയുടെ പുത്രന്മാരിൽ ആദ്യം പിറന്നവന് നകുലൻ എന്നും രണ്ടാമത് പിറന്നവന് സഹദേവൻ എന്നും പേരിട്ടു. കുട്ടികൾ അങ്ങനെ 5 പാണ്ഡവന്മാരായി ശതശൃംഗത്തിൽ വളർന്നു. അവർ 5 നക്ഷത്രങ്ങളെ പോലെ തന്നെ ശോഭിച്ചിരുന്നു. ഇതിനിടയ്ക്ക് ഗാന്ധാരിക്ക് 100 പുത്രന്മാർ ഉണ്ടായി. അതിൽ ഏറ്റവും മൂത്തത് ദുര്യോധനനായിരുന്നു. അവനും ഭീമനും ഒരേ ദിവസമാണ് ജനിച്ചത്. ഗാന്ധാരിക്ക് 100 പുത്രന്മാർ ജനിക്കാനിടയായത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. കുന്തി യുധിഷ്ഠിരനെ ഗർഭം ധരിക്കുന്നതിനും 1 വർഷം മുമ്പ് ഒരു ദിവസം വേദവ്യാസൻ ഹസ്തിനാപുരിയിലെത്തിയിരുന്നു. കൊട്ടാരത്തിൽ വന്ന് ഗാന്ധാരിയെയും ധൃതരാഷ്ട്രരെയും കണ്ടു. വ്യാസനെ ഗാന്ധാരി വേണ്ട വിധം സൽക്കരിച്ചു, സന്തോഷിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം അവരെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഭർത്താവിൽ നിന്ന് 100 പുത്രന്മാർ ഉണ്ടാകട്ടെ. ഗാന്ധാരി ഗർഭം ധരിച്ചു. ആ ഗർഭം 2 വർഷത്തോളം അവൾ കൊണ്ടു നടന്നു. എന്നിട്ടും പ്രസവിച്ചില്ല. അവൾക്ക് വിഷാദമായി. അപ്പോഴാണ് കുന്തിക്ക് രാജതുല്യനായ ഒരു പുത്രൻ ജനിച്ചു എന്നുള്ള വിവരം ഗാന്ധാരി അറിഞ്ഞത്. ഗാന്ധാരി തന്റെ വയറ്റിന് ഹേമദണ്ഡം ഉണ്ടാക്ക വിധത്തിൽ മർദ്ദിച്ചു. അപ്പോൾ ഇരുമ്പിൻ കിട്ടം പോലെ ഒരു മാംസപിണ്ഡത്തെ അവൾ പ്രസവിച്ചു. ഈ വൃത്താന്തം മനസ്സിലാക്കിയ വേദവ്യാസൻ അവിടെ എത്തി. ഗാന്ധാരി കാട്ടിയ അവിവേകത്തെ കുറ്റപ്പെടുത്തി. ഗാന്ധാരി പറഞ്ഞു, കുന്തി ഒരു പുത്രനെ പ്രസവിച്ചു എന്നറിഞ്ഞപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. 2 വർഷത്തോളമായിട്ടും പ്രസവിക്കാതെ കെട്ടിയായിരുന്ന വയറ്റിൽ ഞാൻ മർദ്ദിച്ചു. ഈ മാംസം കട്ടയാണ് ഞാൻ പ്രസവിച്ചത്. 100 മക്കൾ ഉണ്ടാകുമെന്നാണല്ലോ ഭവാൻ പറഞ്ഞത്. വ്യാസൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് സത്യമാണ്. എൻ്റെ വാക്കൊരിക്കലും തെറ്റുകയില്ല. ഉടൻ തന്നെ 100 കുടങ്ങൾ തയ്യാറാക്കി അതിൽ നെയ്യ് നിറയ്ക്കുക. മാംസക്കട്ട തണുത്ത വെള്ളം കൊണ്ട് കഴുകി അതിൽ വെക്കുക. വെള്ളം കൊണ്ട് കഴുകിയപ്പോൾ ആ മാംസക്കെട്ട് 100 തകർന്നു. പെരുവിരൽ തുമ്പിൽ പറ്റിപ്പിടിച്ചിരുന്ന ഒരു ചെറിയ കഷ്ണം ഉൾപ്പെടെ ആകെ 101 കഷ്ണങ്ങളായി.
100 സ്വർണ്ണക്കുടങ്ങളിലായി മാംസക്കട്ടയുടെ കഷ്ണങ്ങൾ നിറയ്ക്കുമ്പോൾ ഗാന്ധാരി വിചാരിച്ചു, എനിക്കൊരു പുത്രി കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ഇത് മനോദൃഷ്ടിയാ വ്യാസൻ മനസ്സിലാക്കി. 100 കുടങ്ങൾ നിറച്ചു കഴിഞ്ഞപ്പോൾ ശേഷിച്ച ചെറിയ കഷ്ണം മറ്റൊരു കുടത്തിൽ നിറച്ചു. 101 കുടങ്ങളും ഭദ്രമായി സൂക്ഷിച്ചു വെക്കുവാൻ ഏർപ്പാടും ചെയ്തു. വ്യാസൻ പറഞ്ഞു, വത്സേ, നീ ഇനിയും അവിവേകമൊന്നും കാട്ടരുത്. നിനക്കൊരു പുത്രി വേണമെന്ന് നീ ആശിച്ചില്ലേ? 101-ാമത്തെ കൂടത്തിൽ നിന്ന് നിനക്ക് ഒരു പുത്രിയെ ലഭിക്കും. വ്യാസൻ അപ്രത്യക്ഷനായി. ഗാന്ധാരിക്ക് സമാധാനവുമായി. കുന്തി ഭീമസേനനെ പ്രസവിച്ചതിന്റെ തലേ ദിവസം രാത്രിയിൽ 1-ാമത്തെ കുടം പൊട്ടി 1-ാമത്തെ പുത്രനായ ദുര്യോധനൻ പിറന്നു. അതിനുശേഷം ഒരു ദിവസം ഒരു കുടം എന്ന കണക്കിന് മറ്റുള്ള കുടങ്ങളെല്ലാം പൊട്ടി ഓരോ കുഞ്ഞു പിറന്നു. അങ്ങനെ 100 പുത്രന്മാർ ഉണ്ടായി. 101-ാമത്തെ കുടത്തിൽ നിന്ന് പിറന്നത് ഒരു പുത്രിയായിരുന്നു. ദുര്യോധനന്റെ ജനന സമയത്ത് പല ദുർനിമിത്തങ്ങളും കാണുകയുണ്ടായി. ഭയങ്കരമായ കൊടുങ്കാറ്റ് വീശി, ദിക്കുകളായ അഗ്നി കത്തിജ്വലിച്ചു. അനവസരത്തിൽ കുറുക്കന്മാർ ഓരിയിട്ടു. അപ്രതീക്ഷിതമായ ഇടിയും മിന്നലുമുണ്ടായി. ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർ ഭീഷ്മരെയും വിതുരരെയും മറ്റു വിപ്രന്മാരെയും വരുത്തി. അവരോട് ചോദിച്ചു, നമ്മുടെ വംശത്തിൽ യുധിഷ്ഠിരനാണ് രാജപുത്രരിൽ മൂത്തവൻ. അവൻ രാജാവാകും, സംശയമില്ല. അവനുശേഷം ഇവൻ രാജാവാകുമോ? രാജാവ് ഇപ്രകാരം ചോദിച്ച സമയത്തും അശുഭകരമായ പല ദുർനിമിത്തങ്ങളും കാണുകയുണ്ടായി. തന്മൂലം വിതുരരും ബ്രാഹ്മണരും പറഞ്ഞു, ഘോരമായ ദുർനിമിത്തങ്ങൾ കാണുകയാൽ ഇവൻ ഈ കുലകുന്നാടും മുടിക്കുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവനെ ഉടനെ ഉപേക്ഷിക്കണം. ശേഷിച്ച 99 പുത്രന്മാരെയും കൊണ്ട് ഭവാൻ തൃപ്തനാകണം. ധർമ്മം നോക്കുമ്പോൾ ഒരു കുലത്തിന് വേണ്ടി ഒരുത്തിനെ ഉപേക്ഷിക്കാം, ഒരു രാജ്യത്തിന് വേണ്ടി ഒരു ഗ്രാമം ഉപേക്ഷിക്കാം, ഒരാത്മാവിന് വേണ്ടി ഭൂമി തന്നെ ഉപേക്ഷിക്കാം. എന്നാൽ പുത്രസ്നേഹം മൂലം ധൃതരാഷ്ട്രൻ അവരുടെ ഉപദേശം സ്വീകരിച്ചില്ല. ഗാന്ധാരി ഗർഭിണിയായി അവശതയിലായിരുന്ന 2 വർഷക്കാലം ധൃതരാഷ്ട്രരെ ശുശ്രൂഷിച്ചിരുന്നത് ഒരു വൈശ്യസ്ത്രീയായിരുന്നു. പ്രസ്തുത സ്ത്രീയിൽ ധൃതരാഷ്ട്രന് ഒരു പുത്രനുണ്ടായി. അവന്റെ പേര് യുയുത്സു എന്നായിരുന്നു. അവൻ എക്കാലവും അച്ഛനെ പരിചരിച്ചും ശുശ്രൂഷിച്ചും കൊണ്ട് അദ്ദേഹത്തോടൊപ്പം താമസിച്ചു. അവസാനം മഹാഭാരത യുദ്ധം ആരംഭിക്കുമ്പോൾ യുയുത്സു ദുര്യോധന പക്ഷത്തിൽ നിന്ന് മാറി യുധിഷ്ഠിരനോട് ചേരുകയും ചെയ്യും. ദുര്യോധനന് സുയോധനൻ എന്നുകൂടി പേരുണ്ടായിരുന്നു. അവന്റെ അനുജന്മാർക്ക് ദുശാസനൻ, ദുർമുഖൻ, ജലസന്ധൻ, സഹൻ, സാമ്പൻ, വിന്ദൻ, ദുഷ്പ്രഹസൻ, ദുർമഥൻ, ദുഷ്കർണൻ, വികർണൻ, ദുഷ്പ്രദർശൻ തുടങ്ങിയ പേരുകളാണ് ഉണ്ടായിരുന്നത്. 101-ാമതായി ജനിച്ച പുത്രിക്ക് ദുഷള്ള എന്ന് പേരിട്ടു. ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രർക്ക് 100 പുത്രന്മാർ ഉണ്ടായ വിവരമറിഞ്ഞപ്പോൾ പാണ്ഡു സന്തോഷിച്ചു. കുന്തിക്കും സന്തോഷമായി. അവളും ഗാന്ധാരിയും കുറ്റ സുഹൃത്ത് ബന്ധം പുലർത്തിയിരുന്നു. പാണ്ഡു തന്റെ 5 പുത്രന്മാരെയും ഒരുമിച്ച് ശതശൃംഗത്തിൽ തന്നെ തുടർന്നും താമസിച്ചു വന്നു. ഒരു വസന്തകാലത്ത് പാണ്ഡു മാദ്രിയുമൊത്ത് വനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. പരിമളം പരത്തുന്ന പുഷ്പങ്ങളും അതിൽ നിന്നും മധുവർണ്ണനായി നടക്കുന്ന മധുപാന്മാരും സംഗീത സാന്ദ്രമായ അന്തരീക്ഷവും സൃഷ്ടിക്കുന്ന പക്ഷികളുടെ കളകൂജനവും മറ്റും കാണുകയും അനുഭവിക്കുകയും ചെയ്തപ്പോൾ പഞ്ചബാണശരമേറ്റ് വിവശനായ പാണ്ഡു തന്നോടൊപ്പം ഉണ്ടായിരുന്ന മാദ്രിയിൽ ആസക്തനായി അവളെ പ്രാപിച്ചു. മുനിയുടെ ശാപമോർത്ത് അദ്ദേഹത്തെ അതിൽ നിന്നും വിലക്കുന്നതിന് മാദ്രി ശ്രമിച്ചുവെങ്കിലും രാജാവ് ആഗ്രഹ നിവൃത്തി വരുത്തുക തന്നെ ചെയ്തു. പാണ്ഡു മുനിശാപത്തെപ്പറ്റി ചിന്തിച്ചതേയില്ല. വിധി അദ്ദേഹത്തിന്റെ ജീവനെ അതിന്റെ കരങ്ങളാൽ തന്നെ അമർത്തുകയും ചെയ്തു. പാണ്ഡു കാലധർമ്മം പ്രാപിച്ചു. പ്രാണൻ പോയ രാജാവിനെ കെട്ടിപ്പിടിച്ച് മാദ്രി വാവിട്ട് കരഞ്ഞു. കുന്തി ഇത് കേട്ട് ഓടിയെത്തി. തന്റെ പ്രിയതമൻ മരിച്ചു കിടക്കുന്നു. അവൾ പൊട്ടിക്കരഞ്ഞു. ഭർത്താവിനോടൊപ്പം ചിതയിൽ ചാടി മരിക്കുന്നതിന് തയ്യാറായ കുന്തിയെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് മാദ്രി പറഞ്ഞു, ഞാൻ എത്രയൊക്കെയോ എതിർത്തിട്ടും അത് വകവെക്കാതെയാണ് അദ്ദേഹം എന്നെ പ്രാപിച്ചത്. ഇത് ദൈവഗതിയാണ്. നമുക്കെങ്ങനെ അത് തടയുവാൻ കഴിയും? നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ട ചുമതലയുണ്ട്. അതിന് എന്നേക്കാൾ കൂടുതൽ കഴിവുള്ളത് ജ്യേഷ്ഠത്തിക്കാണ്. ആകയാൽ അത് ചെയ്യുക. അദ്ദേഹത്തെ അനുഗമിക്കുവാൻ എന്നെ അനുവദിക്കുക. മാദ്രി പാണ്ഡുവിന്റെ ചിതയിൽ ചാടി അദ്ദേഹത്തോടൊപ്പം പരലോകം പോയി. ശതശൃംഗത്തിലുണ്ടായിരുന്ന മുനിവാരന്മാരെല്ലാം പാണ്ഡുവിന്റെ ദേഹവിയോഗത്തിൽ അതിയായി ദുഃഖിച്ചു. കുന്തിയെയും മക്കളെയും തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതായി അവർ കരുതി. പാണ്ഡുവിന്റെ ജഡം സംസ്കരിച്ചു. ചിതാഭസ്മം ഒരു പേടകത്തിലാക്കി കുന്തിയെയും പുത്രന്മാരെയും കൂട്ടി മുനിമാർ ഹസ്തിനാപുരിയിലേക്കെത്തി. ധൃതരാഷ്ട്രരും ഭീഷ്മരും വിതുരരും മറ്റും ചേർന്ന് മുനിമാരെ ആദരവോടെ സ്വീകരിച്ചു.
അവർ പാണ്ഡുവിന്റെ ചരമ വൃത്താന്തവും മാതൃയുടെ അഗ്നിപ്രവേശനവും മറ്റും എല്ലാവരെയും വിവരിച്ച് കേൾപ്പിച്ചു. ഭൗതികാവിശിഷ്ടവും പാണ്ഡുപുത്രന്മാരെയും ധൃതരാഷ്ട്രരെ ഏൽപ്പിച്ചിട്ട് മുനിമാർ മറഞ്ഞു. രാജോചിതമായ ആഡംബരങ്ങളോടും ചടങ്ങുകളോടും കൂടി ഭൗതിക അവശിഷ്ടം ഗംഗാതീരത്തുള്ള ശ്മശാനത്തിൽ സംസ്കരിച്ചു. പിന്നീട് ഉദകക്രിയകളും നടത്തി. കർമ്മങ്ങളെയെല്ലാം നടത്തുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ കരഞ്ഞും കരഞ്ഞും വെങ്ങിയിരുന്നു. ജ്ഞാനികളായ ഭീഷ്മരും വിതുരനും പോലും ദുഃഖം സഹിക്കാൻ കഴിയാതെ കടിച്ചമർത്തുകയായിരുന്നു. അംബാലിക അയ്യോ പൊന്നു മകനെ എന്ന് വിളിച്ച് വാവിട്ട് വീണു. സത്യവതി കിടന്ന കിടപ്പിൽ തളർന്നു കിടന്നു. ധൃതരാഷ്ട്രൻ ഗാന്ധാരിയും വളരെയേറെ ദുഃഖിച്ചു. പുലയാചരണം 12 ദിവസം നീണ്ടു നിന്നു. ആ ദിവസങ്ങളിൽ പാണ്ഡവരും ബന്ധുക്കളും നിലത്ത് കിടന്നു. പാണ്ഡവന്മാരോടുള്ള സഹതാപത്താൽ നാട്ടുകാരും അക്കാലങ്ങളിൽ നിലത്ത് കിടന്നുറങ്ങി. പാണ്ഡുവിന്റെ മരണം അത്രത്തോളം ആഘാതമാണ് ഹസ്തിനാപുരിയിൽ ഉണ്ടാക്കിയത്. നാട്ടുകാർ സ്വന്തം ബന്ധു മരിച്ചെന്ന പോലെയാണ് അനുശോചനം അർപ്പിച്ചത്. പാണ്ഡുവിന്റെ മരണവാർത്തയറിഞ്ഞ് വേദവ്യാസൻ ഹസ്തിനാപുരിയിലെത്തി. അദ്ദേഹം അമ്മയെ കണ്ടു. സത്യവതി അപ്പോഴും ദുഃഖത്തിലാണ്ട് കിടക്കുകയായിരുന്നു. വ്യാസൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, കാലത്തിന്റെ ഗതി മാറി വരികയാണ്. ധർമ്മക്രിയാചരണങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുരുക്കളുടെ ദുർനീതി വർദ്ധിച്ച് ഊഴി നശിക്കും. അമ്മ അതൊന്നും കാണാതിരിക്കുന്നതാണ് നല്ലത്. വനത്തിൽ പോയി തപസ് ചെയ്യുന്നതാണ് അമ്മയ്ക്ക് ശ്രേഷ്ഠമായിട്ടുള്ളത്. സത്യവതി അതിന് സമ്മതിച്ചു. അംബിയെയും അംബാലികയും അമ്മയെ അനുകൂലിച്ചു. അവർ മൂവരും കാട്ടിലേക്ക് പുറപ്പെട്ടു. ആ ദേവിമാർ ഘോരമായി തപസ് ചെയ്ത് ദേഹത്യാഗം ചെയ്യുകയും മോക്ഷം നേടുകയും ചെയ്തു.